എന്റെ മിശിഹ ക്രിസ്തുവാണെന്ന് കുരിശ് വരച്ചുകൊണ്ട് ഫിഫ വേൾഡ് കപ്പിൽ ഒരാൾ പറയുകയാണ്. ഓരോ ഗോളടിക്കുമ്പോഴും സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി കുരിശ് വരച്ച് എന്റെ മിശിഹ ക്രിസ്തുവാണെന്ന് പറയുന്നത് മനുഷ്യരെ മിശിഹ എന്ന് വിളിക്കുന്ന മെസ്സിയാണ്. എനിക്ക് തോന്നുന്നു ഈ നാളുകളിൽ ഫിഫ വേൾഡ് കപ്പിൽ ഒരു വലിയ സുവിശേഷ പ്രഘോഷണം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്തേക്ക് പ്രസംഗങ്ങളിൽ പറയാറുണ്ട്, നമുക്ക് പള്ളിയിൽ പോകുന്ന, പള്ളിയിൽ തന്നെ ഫുൾ ടൈം ഇരിക്കുന്ന യുവതി യുവാക്കൾ പോരാ, പള്ളിയിൽ ഇരിക്കേണ്ടത് അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി കൂടിയാണ്. ഒരച്ഛന്റെ പ്രസംഗം എത്ര പേര് കേൾക്കും? എന്നാൽ മെസ്സിയുടെ കുരിശുവര എത്ര പേരാണ് കാണുന്നത്? അവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു സമയം ആ കുരിശുവരയ്ക്ക് സാക്ഷികളാകുകയാണ്. എത്രയോ കോടാനുകോടി ആളുകളാണ് ഈ കളികൾ ഈ ദിവസങ്ങളിൽ കാണുന്നത്. മെസ്സിയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാ മഹത്വവും ദൈവത്തിനെന്ന് വിളിച്ചു പറയുന്ന മെസ്സിയെ നമ്മൾ നമ്മുടെ കാറ്റഗീസൺ ടെക്സ്റ്റിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. നമുക്കറിയാം, മെസ്സി എല്ലാ കളികളിലും ജയിച്ചിട്ടില്ല. വലിയ തോൽവിയും വലിയ സെറ്റ് ബാക്കൊക്കെ ലൈഫിലുണ്ടായപ്പോൾ അദ്ദേഹം വിരമിക്കാനൊക്കെ തീരുമാനിച്ചതല്ലേ. നമുക്കൊക്കെ ചിലപ്പോൾ ചെറിയൊരു നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവം എവിടെയാ, ദൈവത്തിന് ശക്തിയുണ്ടെന്ന് ചോദിക്കുന്നവരല്ലേ. പക്ഷെ മെസ്സി തോൽവിയിലും ദൈവത്തെ മറന്നില്ല. മെസ്സി കോർട്ടിൽ കാണിക്കുന്ന മാജിക് ഉണ്ടല്ലോ, ആ മാജിക്കിനിടയിൽ ഈ മാജിക്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ്, ഈ മാജിക് കൂടി ശ്രദ്ധിക്കണേ. കുരിശ് വരച്ച് രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന മെസ്സിയുടെ ആ മാജിക് കൂടി ഒന്ന് കാണണേ. അദ്ദേഹം കോർട്ടിൽ നടക്കാൻ കണ്ടിട്ടില്ലേ? കൂളായിട്ട് നടക്കുക. അല്പം പേരും പ്രശസ്തിയും കിട്ടുമ്പോൾ കിളി പോയവൻ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പിന്നെ മദ്യമായി, മയക്കുമരുന്നായി, മറ്റ് ലഹരി വസ്തുക്കളായി കഴിവ് കൂടി റിലേ പോയിന്ന് കേട്ടിട്ടുണ്ട്. അവരൊക്കെ ജസ്റ്റ് മെസ്സിനെ ഓർത്താൽ മതി. നമുക്ക് എപ്പോഴെങ്കിലും അഹങ്കാരം കൂടുമ്പോൾ ദൈവത്തെ ഓർക്കണമെന്നാണ് എല്ലാവരും പറയും. ഞാൻ പറയണത് മെസ്സിയുടെ ചില ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ദൈവത്തോട് സംസാരിക്കാറുണ്ട്, ദൈവത്തിന് എല്ലാത്തിനോടും നന്ദി പറയാറുണ്ട്. എന്തൊരു കൂളായിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സും ആത്മാവും അദ്ദേഹം സൂക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അഹങ്കാരം വരുന്നുണ്ടെങ്കിൽ ദൈവത്തെ ധ്യാനിക്കുക, ഒപ്പം മെസ്സിയെയും ഓർക്കുക. ഈ വളർച്ചയിലും അദ്ദേഹം ദൈവത്തോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം വളരെ ചെറിയവനാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ഇദ്ദേഹം ഇത്രയും ഉയർച്ച നിൽക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിന് എല്ലാം മഹത്വം കൊടുക്കുന്നില്ലേ? അതിനെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകില്ലേ? ദൈവമില്ലെന്ന് പറയുന്നവരും ഒട്ടും വിശ്വാസം പ്രഘോഷിക്കാത്തവരും പ്രാക്ടീസ് ചെയ്യാത്തവർ പോലും കോടാനുകോടി ആളുകൾ മെസ്സിയുടെ ഓരോ കളിയിലും ഒരു വലിയ ആത്മീയ ശുശ്രൂഷയ്ക്ക് സാക്ഷികളാകുന്നുണ്ട്. ഒന്ന് ചിന്തിക്കണം, നല്ലതാണ്.